നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ വിമതർ ഭരണം പിടിച്ചെടുത്തതോടെ തടവിലാക്കപ്പെട്ട രാഷ്ട്രീയ തടവുകാരും വിമതരും മോചിതരായെങ്കിലും ഇവിടുത്തെ ഏറ്റവും ഭയാനകമായ സെയ്ദനിയ ജയിലിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ ഒരു കൂട്ടം ജനം സിറിയയിലെ കുപ്രസിദ്ധ ജയിലിലേക്ക് ഡിസംബർ 8 ഞായറാഴ്ച ഒഴുകിയെത്തി. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ മനുഷ്യ അറബുശാല എന്നറിയപ്പെട്ട ജയിലിൽ വർഷങ്ങളെ നരകിച്ചു കഴിയുന്ന ഉറ്റവരെ കാണാനുള്ള ഓട്ടമായിരുന്നു അത്. വരും ദിവസങ്ങളിൽ വധശിക്ഷയ്ക്ക് വരെ വിധിച്ചവരുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് തടവുകാരാണ് ഭൂഗർഭ ജയിലുകളിൽ കഴിഞ്ഞിരുന്നത്. ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചോ എന്നറിയാതിരുന്ന ഉറ്റവരെയും ബന്ധുക്കളെയും നേടി ജനം അവിടേക്ക് ഇരച്ചെത്തുകയായിരുന്നു. സിറിയയിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ളതും കുപ്രസിദ്ധവുമായ ജയിലായിരുന്നു അത്. കൊടിയ പീഡനത്തിനും മനുഷ്യക്കുരുതിക്കും കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവുകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് ഭരണം പിടിച്ചെടുത്ത വിമത സായുധ സംഘം തുറന്നുവിട്ടത്. ഇതിൽ അസദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ കൊടും കുറ്റവാളികൾ വരെ ഉണ്ടായിരുന്നു. കശാപ്പുശാല എന്നറിയപ്പെട്ട സെയ്ദാനിയ ജയിലിൽ നിന്ന് വനിതാ തടവുകാർ കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഞെട്ടിക്കുന്നതാണ് സെയ്ദാനിയ തടവറയുടെ ചരിത്രം. ഭൂഗർഭ ജയിലായ സെയ്ദാനിയയിൽ നിരവധി സെല്ലുകളുണ്ട്. പൂർണ്ണമായും ഇരുട്ടുമൂടിയ ഈ സെല്ലുകളിലാണ് ആളുകളെ തടവിലാക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് വാതിലുകളും പൂട്ടുകളും. ബഷാർ അൽ അസദ് ഭരണകൂടത്തിന്റെയും ക്രൂരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളെ പ്രതീകമാണ് സെയ്ദാനിയ ജയിൽ. രാഷ്ട്രീയ എതിരാളികളെയും വിമതരെയും പീഡിപ്പിക്കുന്നതിനാണ് സെയ്ദാനിയ ജയിൽ ഉപയോഗിച്ചിരുന്നത്. സിറിയയിലെ സെയ്ദാനിയ ജയിൽ വളരെ അപകടകരമാണ്. മരണ ക്യാമ്പ്, കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നിങ്ങനെയൊക്കെയാണ് ഈ ജയിൽ അറിയപ്പെടുന്നത്. ഭൂഗർഭ ജയിലിൽ കഴിയുന്ന ആളുകളെ CCTV ദൃശ്യങ്ങളുടെ മാത്രമേ കാണാനാകൂ. ഈ ജയിലിൽ എത്ര ഭീകരമാണെന്ന കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. തടവുകാരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ മനുഷ്യ അറവുശാലകളും ജയിലുകളിൽ കണ്ടെത്തിയിരുന്നു. സെയ്ദാനിയ ജയിലിന്റെ മതിൽ തകർത്താണ് തടവുകാരെ പുറത്തെത്തിച്ചത്. ഇവിടെ നിന്ന് മോചിതരായ തടവുകാരുടെ എണ്ണവും രേഖകളും സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. നിരവധി രാഷ്ട്രീയ തടവുകാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ഒരിക്കൽ കൂടി ഭൂമിയിൽ പിറവിയെടുത്ത പ്രതീതിയാണ് ജയിൽ മോചനം യാഥാർത്ഥ്യമായപ്പോൾ ഉണ്ടായതെന്ന് ഇതിൽ തടവുകാരാക്കപ്പെട്ട ഹാല പറയുന്നു. 1,36,614 പേരെയാണ് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളെ പേര് തടവിലിട്ടത്. ബഷാർ ഭരണകൂടത്തെ സഹായിക്കുന്ന പ്രധാന സ്തംഭങ്ങളിൽ ഒന്നായിരുന്നു സിറിയയിലെ ജയിലുകൾ. കൊടിയ മർദ്ദനമുറകളും പട്ടിണിയുമാണ് ജയിലുകളിൽ തടവുകാർ അനുഭവിച്ചിരുന്നത്. ഈ തടവറയിൽ കഴിഞ്ഞിരുന്നവരെ കൊണ്ട് തന്നെ പീഡിപ്പിക്കുക, ബലാത്സംഗം ചെയ്യുക എന്ന് പല മുറകളും ഇതിൽ തന്നെ ഉൾപ്പെട്ടിരുന്നു. ഈ മർദ്ദനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ആ മർദ്ദനത്തിനൊടുവിൽ ജയിലറയ്ക്കുള്ളിൽ 16-കാരി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനു ശേഷമായിരുന്നു ആ പെൺകുട്ടി ജയിലിലായത്. യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം നടത്തിയവർക്കൊപ്പമാണ് ആ പെൺകുട്ടിയും അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നത്. ബഷാർ അൽ അസദിന്റെ പതനം ലോകമെമ്പാടുമുള്ള സിറിയക്കാർ ആഘോഷിക്കുകയാണ്. വിമതസേന പിടിച്ചെടുക്കും മുമ്പ് ബഷാർ സിറിയ വിട്ടിരുന്നു. ബഷാറും കുടുംബവും റഷ്യയിലാണ് അഭയം തേടിയിരുന്നത്. 25 വർഷത്തോളം സിറിയ ഭരിച്ച ഏകാധിപതിയായിരുന്നു ബഷാർ അൽ അസദ്. പിതാവ് ഹാഫിസുൽ അസദ് മരിച്ചപ്പോൾ 2000-ലാണ് അദ്ദേഹം സിറിയയുടെ ഭരണം ഏറ്റെടുത്തത്. ഈ മാസം 8-ന് വിമതർ തലസ്ഥാനമായ ദമാസ്കസ് പിടിച്ചെടുക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു അസദും കുടുംബവും സിറിയ വിട്ട് റഷ്യയിൽ അഭയം തേടിയത്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആലപ്പോയിലെയും ദമാസ്കസിലെയും കൊട്ടാരങ്ങൾ വിമതർ കയ്യേറി. കൊട്ടാരത്തിൽ നിന്ന് പല ആൽബങ്ങളും ലഭിച്ചിരുന്നു. ഈ ലഭിച്ച ആൽബങ്ങളിൽ ബഷാർ അൽ അസദിന്റെ കുടുംബത്തിന്റെ ഫോട്ടോകളുമുണ്ട്. വിമതർ ഇത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. അടിവസ്ത്രം മാത്രം ധരിച്ചു നടക്കുന്നതും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതും യുവതിയെ തോളിലേറ്റിയതിനുമൊക്കെ ചിത്രങ്ങൾ പുറത്തു വന്നവയിൽ ഉൾപ്പെടും. അസദ് കുടുംബത്തിന്റെ ആഡംബര ജീവിതം വിളിച്ചോതുന്നതാണ് പുറത്തുവരുന്ന ഫോട്ടോകളെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പിതാവ് ഹാഫിസുൽ അസദിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു. അടിവസ്ത്രം ധരിച്ചുള്ള ചിത്രങ്ങളാണ് ഇതും. നിലവിൽ ബഷറും ഭാര്യ ആസ്മയും മക്കളും അടുത്ത ബന്ധുക്കളും റഷ്യയിലാണുള്ളത്. ദമാസ്കസിൽ നിന്ന് വിമാനത്തിൽ ഇവർ രക്ഷപ്പെട്ടുവെന്ന വിവരം ഈ മാസം ആദ്യവാരത്തിൽ തന്നെ വന്നിരുന്നു. പിന്നീട് റഷ്യ ഇക്കാര്യം സ്ഥിരീകരിച്ചു. അതേസമയം ബഷാർ അൽ അസദ് $250 ദശലക്ഷം റഷ്യയിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഏകദേശം 2082 കോടി രൂപയാണിത്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഡോളറായും യൂറോ ആയുമാണ് ഇത്രയും തുക കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.